കേരളത്തിന്റെ ജയം അത് അതിഗംഭീരം ആവുമായിരുന്നു നമ്മൾ വിദർഭ സ്റ്റേഡിയത്തിൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിന് കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവിടെ ഒരു കാര്യം പറയേണ്ടത്, ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളം റണ്ണേഴ്സ് അപ്പ് ആവുകയാണ്. അതായത് കേരളം ഇവിടെ കിരീടം നഷ്ടമാകുമ്പോൾ പോലും ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് കേരളം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ചരിത്രപരമായ നേട്ടം കേരളം സ്വന്തമാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം KCA സെക്രട്ടറിയും പ്രസിഡന്റും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ജയേഷ് ജോർജിലേക്ക് പോവുകയാണ്. ജയേഷ് ജോർജ്, എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിന്റെ ഈ സീസൺ മൊത്തത്തിൽ? ഭയങ്കരമായിട്ടൊരു ടീം സ്പിരിറ്റ് കണ്ടു. നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനൽ മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ടീം എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ. നമ്മൾ കളിച്ച ടീമിന്റെ ഒരു സ്ട്രെങ്ത് നോക്കിയാൽ, ഞാൻ ഈ അടുത്ത് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ BCCIയിൽ നിന്ന് ഡൊമസ്റ്റിക് ഷെഡ്യൂൾ വരുമ്പോൾ ഞാൻ അന്ന് KC ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ വിനോദ് സെക്രട്ടറിയുടെ റൂം ഓപ്പോസിറ്റ് സൈഡിൽ, ഞാൻ പ്രസിഡന്റ് റൂം. അപ്പൊ വിനോദ് പൂളും കൊണ്ട് കണ്ടോന്ന് ചോദിച്ചു വന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ബംഗാള്, കർണാടക, ഹരിയാന, പഞ്ചാബ്, UP, MP, കേരള, ബീഹാർ. അപ്പൊ ബീഹാർ മാത്രം നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഷുവർ, ബാക്കിയെല്ലാം ഭീകര ടീം. അപ്പൊ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്രാവശ്യത്തെ കടുക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്തേക്ക് പോയി. പിന്നെ വിനോദാണ് നമ്മുടെ ക്രിക്കറ്റിംഗ് മൊത്തമായിട്ട് പുള്ളി ഫുൾ ഫോക്കസ്ഡ് ഓൺ ക്രിക്കറ്റാണ് വിനോദ്. ഞാൻ അത്ര അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ക്രിക്കറ്റിംഗ് വിനോദ് അത് വളരെ എന്താ പറയാ മെറ്റിക്കുലസ് ആയിട്ട് നമ്മുടെ ചെയർമാൻ ഓഫ് സെലക്ടേഴ്സും ഡിസ്കസ് ചെയ്യും. എന്റെ അടുത്ത് പിറ്റേ ദിവസം രാവിലെ വിളിച്ച് പറയും ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ മെറ്റിക്കുലസ് ഡിസിപ്ലിൻ. ഫസ്റ്റ് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവന്നു. കോച്ചും വളരെ ഒരു സ്ട്രിക്ട് ഡിസിപ്ലിനറിയാണ്. അത് നമ്മൾ ഹെൽത്ത്, നമ്മുടെ ഫിറ്റ്നസ് ലെവൽ നോക്കി. നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ നമ്മളുടെ ഈ ഫാസ്റ്റ് ബോളേഴ്സൊക്കെ പലപ്പോഴും ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ടീമിന്റെ മാനേജറായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇന്ത്യൻ ടീമിന്റെ പ്ലേയേഴ്സൊക്കെ നമ്മുടെ പുറകിലൊരു എന്തോ ഒരു ഗാഡ്ജറ്റ് വെച്ചിട്ട് എടുക്കുന്നത്. അത് വർക്കൗട്ട് ടൈം അറിയാൻ വേണ്ടി എന്തോ അല്ല, അവർ അടുത്ത വർഷം അല്ലെങ്കിൽ എത്ര ചെയ്യാൻ പറ്റുന്നില്ല എൻഡുറൻസ് ലെവൽ അറിയാനുള്ള ഒരു സോഫ്റ്റ്വെയർ അത് തന്നെ നമ്മൾ ആദ്യം വാങ്ങിച്ചു കൊടുത്തു. ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് പ്ലേയേഴ്സിന് കൊടുത്തു. വർക്ക് എത്തിക്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻ, അത് നമ്മളൊരു ഏത് സീനിയർ ആയാലോ ജൂനിയർ ആയാലോ ക്യാമ്പ്സ് മസ്റ്റ് ആയിരുന്നു. അതിനൊരു നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മുടെ സീനിയർ പ്ലെയർ, ജൂനിയർ പ്ലെയർ ലെവലൊരു സംഭവം ഉണ്ടായി. ഇനി നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാല് തിരുവനന്തപുരത്തുള്ള വിനോദത്തിന്റെ പ്ലെയറും എറണാകുളത്തുള്ള എന്റെ പ്ലെയറും ഒരു ക്യാമ്പിന് നമ്മൾ തലേ ദിവസം വൈകുന്നേരം എത്തണമെന്ന് പറഞ്ഞു. 5 മണിക്ക് ഹോട്ടലിൽ റിപ്പോർട്ട് ചെയ്യണം. പിറ്റേ ദിവസം 10 മണിക്കാണ് ക്യാമ്പ്. നാച്ചുറലി ഗ്രൗണ്ടിൽ മാച്ച്. അപ്പൊ സാധാരണഗതിയിൽ പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ തലേ ദിവസം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാലും ഗ്രൗണ്ടിൽ പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും കൂടി 10 മണിക്ക് വരും. അപ്പൊ നാച്ചുറലി ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഇത് വയനാട് ചുരത്തിൽ വെച്ച് വണ്ടി ബ്ലോക്കായി. പിറ്റേ ദിവസം രാവിലെ ലേറ്റ് ആയിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോ കോച്ച് പറഞ്ഞ് വെച്ച് പോകണം പറഞ്ഞു. നമ്മുടെ 2 പ്രമുഖ പ്ലേയേഴ്സായിരുന്നു. അപ്പൊ വിനോദിന് പേര് പറയില്ല. അപ്പൊ വിനോദ് പറഞ്ഞു, ജയേഷ് കോച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വയനാട് ചുരത്തില് ബ്ലോക്ക് ആയത് അവരുടെ കുഴപ്പമല്ലല്ലോ. അപ്പൊ കോച്ച് പറഞ്ഞ് ഇൻഡോറിൽ കിടക്കുന്ന ഞാൻ തലേ ദിവസം വൈകിട്ട് 5 മണിക്ക് എത്തി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ. അപ്പൊ അവര് കോച്ചിനറിയില്ല വയനാട് ചുരത്ത് താമരശ്ശേരി ചുരത്തിന്റെ. അല്ലല്ല, കോച്ച് പറഞ്ഞത് വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യാൻ വന്ന സമയത്താണ് ബ്ലോക്ക് എങ്കിൽ ഫൈനലാക്കാം. പക്ഷെ അവർ അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പുറപ്പെട്ടുള്ളൂ. ഇവിടെ 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അവർ സാധാരണ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മള് നാളെ രാവിലെ 12-ാം തീയതി 5 മണിക്ക് വയനാട് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യാൻ പറയും. അതിന്റെ ഷെഡ്യൂൾ പറയും. പിറ്റേ ദിവസം 9:30 നമ്മളുടെ നെറ്റ് സെഷൻ എന്ന് പറയുമ്പോൾ ഇവര് അന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട അന്ന് വൈകുന്നേരം അവിടുന്ന് പുറപ്പെട്ട് രാവിലെ ആസ് യൂഷ്വൽ വന്നു. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തു. അത് വർക്ക് എത്തിക്സിലുണ്ടായിരുന്നു. അതുപോലെ ഈ നമ്മുടെ പ്രാക്ടീസ് സമയത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ട് മാച്ച് സമയത്ത് ബാക്കിയുള്ളവര് 15 ഇല്ലാത്തവരോ അല്ല 11 ഇല്ലാത്തവരൊക്കെ കറക്റ്റായിട്ട് സാധനം കൊടുക്കും. പണ്ട് അങ്ങനെ അത്ര ഒന്നും നമ്മൾ കുറച്ചൊക്കെ ലീനിയന്റ് ആവും. അത് വളരെ സ്ട്രോങ് ആയിരുന്നു. ജയശേഖർ, ഒരു നിമിഷം ഇടപെട്ടാണ്. അതായത് ഞാൻ ഈ ടീം അംഗങ്ങളുടെ പലരോട് സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് KCA സെക്രട്ടറിയായിട്ടുള്ള വിനോദ് കുമാറിന്റെ ഇടപെടലാണ്. വിനോദ് കുമാർ ഫോം ഔട്ട് ആണോ മാറ്റി നിർത്തിക്കോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കോച്ചിന് നൽകിയിരുന്നു, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് നൽകിയിരുന്നു. അവിടെ എത്ര മികച്ച പ്ലെയർ ആണെങ്കിൽ പോലും ഫോം ഔട്ട് ആണെങ്കിൽ മാറ്റി നിർത്തുക, പുതിയ പ്ലേയേഴ്സ് അവസരം കൊടുക്കുക. അങ്ങനത്തെ സ്ട്രാറ്റജി ഒരു അഡ്മിനിസ്ട്രേഷനിൽ എടുക്കാൻ എളുപ്പമായിരുന്നു. നമ്മള് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എളുപ്പമായിരിക്കും. ഫോമില്ല മാറ്റുന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ നമ്മളതൊരു 1-2 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ആരെയും ഫോമിലല്ല പക്ഷെ കാര്യം ചെയ്യുന്നു അങ്ങനെയില്ല. ഈ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോ ഫൈനൽ വന്നു എന്നുള്ളതാണ്. അത് ഇപ്പൊ ജയേഷ് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മളെ പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസിന്റെ ആസ്പെക്ട് ആവട്ടെ, ഇതെല്ലാം മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹൈ പെർഫോമൻസ് ക്യാമ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. സ്പിന്നേഴ്സിനൊക്കെ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പ്. ഇപ്പോൾ ഈ BCCI സ്പിൻ അക്കാഡമി ഹെഡായിരുന്നു D. വാസു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ
ഹൈ പെർഫോമൻസിന്റെ ഡയറക്ടറായിട്ട് വന്നു. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോച്ച് വെങ്കട്ടരമണ, അത് ഇവർ രണ്ടുപേരും ആയിരുന്നു BCCIയുടെ സ്പിൻ അക്കാഡമിയിൽ കോച്ചസ് ആയിരുന്നു. അപ്പം നമ്മൾ ജൂനിയർ ആയിട്ടുള്ള സ്പിന്നേഴ്സിനെ എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ടീമിനെ മാത്രമല്ല, ഒരു ജൂനിയറിൽ തന്നെയുള്ള അണ്ടർ-16 മുതലുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് സ്പിന്നേഴ്സിനെ എല്ലാം അവർക്ക് അങ്ങനെ ഒരു 1-2 ക്യാമ്പുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നു. ഫാസ്റ്റ് ബൗളേഴ്സിന് ഫോമർ ഇന്ത്യൻ കോച്ച് BA ഉണ്ട്, അവിടെ പോയിട്ട് ചെയ്യുന്നു. അതും നമ്മുടെ അണ്ടർ-19 മുതലുള്ള ഫാസ്റ്റ് ബൗളേഴ്സിന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം വരുമെന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും. ഞാൻ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല എങ്കിൽ പോലും ശ്രീ ജയേഷ് ജോർജ്, ഞാൻ അറിയാണ്ട് ചോദിക്കുന്നതാണ്, അറിയാണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലെയറാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ അഭാവത്തിൽ പല പ്രശ്നങ്ങളും പല വിവാദങ്ങളും ഉയർന്നിരുന്നു. ഈ രഞ്ജി ടീമിൽ സഞ്ജു ഉണ്ടാകണമായിരുന്നു എന്ന് KC ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിന്റെ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ഷുഡ് പ്ലേ ആണല്ലോ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അദ്ദേഹം ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് രഞ്ജി ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിൽ നമ്മൾ എന്തുകൊണ്ടാണ് അന്നൊരു വിവാദം ഉണ്ടായത് അതെല്ലാവർക്കും അറിയാം. അവിടെ സഞ്ജു സാംസന്റെ കഴിവോ അല്ലെങ്കിൽ സഞ്ജു സാംസൺ വന്ന് ബാറ്റിൽ നെറ്റ്സിൽ പ്രൂവ് ചെയ്തിട്ടല്ലല്ലോ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ കേരള ടീമിലോ എടുക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ അഭാവം ആ ഒരു എന്താ പറയാ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതും അതൊരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്. അതിപ്പോ അദ്ദേഹത്തിനും ബോധ്യമായല്ലോ. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും. ക്യാമ്പ് അറ്റൻഡിന് എന്തിനു വേണ്ടിയാണ്? അത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അവിടെയുള്ള ജൂനിയർ പ്ലേയേഴ്സിന് എത്ര ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇപ്പൊ ഷോൺ റോജർ ഉണ്ടായിരുന്നു, ആപ്പിൾ ടോം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇമ്രാനോ, അല്ല ആ ഒരു ക്യാമ്പിൽ സഞ്ജു സാംസന്റെ പ്രസൻസ് പ്ലേയിങ് ഗ്രൗണ്ടിൽ മാത്രമല്ലല്ലോ, ടീമിന്റെ മൊത്തം. അദ്ദേഹം ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പൊ അത് ഓക്കെ, അദ്ദേഹം വിവാദമൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞോ KCയെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെന്നോ KC തഴഞ്ഞു അദ്ദേഹം പറഞ്ഞില്ലല്ലോ. നാട്ടുകാരും സെക്രട്ടറിക്ക് എന്താ പറയുന്നു? അതല്ല, നമ്മള് ഇപ്പൊ ഈ ജൂനിയർ കുട്ടികളെ തന്നെ വന്ന എന്തിനാണ്, അവർക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് നിൽക്കുന്ന പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുമായിട്ട് ചെയ്യുമ്പോൾ നാളെ നമുക്ക് ഈ വന്നിരിക്കുന്ന ഒരു 30 പേരിലോ 32 പേരിന്ന് നമുക്കൊരു 3 നല്ല ഇതുപോലുള്ള നമുക്ക് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാൻ 3 പ്ലേയേഴ്സ് വന്നാൽ മതി. ഇതിന്ന് അവർ പഠിക്കാനായിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത് എന്നും വൈകിട്ട് ഈ മാച്ച് കഴിഞ്ഞിട്ട് എന്താണ് മാച്ചിൽ, ഇപ്പൊ ഈ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ നോക്കിയാൽ അവരുടെ കയ്യിൽ പേപ്പറാണ് എന്ന് ഡെയിലി നിങ്ങൾ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പെൻസിലും ഒരു പേപ്പർ കൊണ്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മാച്ചിൽ നിന്ന് എന്താണ്, അത് ഒരു എന്താണ് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. അപ്പൊ അത് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് ഈ സീനിയർ പ്ലേയേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ജൂനിയേഴ്സ് മനസ്സിലാക്കണം. മാതൃകയാവണം സീനിയർ പ്ലേയേഴ്സ് എന്നുള്ള, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ലെവലിൽ കളിച്ച താരങ്ങൾ അല്ലേ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട. താങ്ക് യു സോ മച്ച് ശ്രീ ജയേഷ് ജോർജ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, ഒപ്പം സെക്രട്ടറി വിനോദ് കുമാറാണ് നമ്മളൊപ്പം ചേർന്നത്.